ഓം നമോ നാരായണായ. ജഗത്തിനെ ബ്രഹ്മാവിൻ്റെ സ്ഥൂലരൂപമായാണ് കൽപ്പിക്കുന്നത്. യോഗീന്ദ്രന്മാർ ധ്യാനനിമഗ്നമായ ഭാവനയിൽ കൂടി ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം കാണുന്നു. ലോകങ്ങൾ 14 കാണുന്നു എന്ന ആശയമാണ് മൂല കാവ്യത്തിലുള്ളത്. മഹിമയാർന്ന വിരാട് പുരുഷൻ്റെ അംഗങ്ങളാണ് 14 ലോകങ്ങൾ. ഉള്ളങ്കാലാണ് പാതാളം. തുടർന്ന് ഓരോ അംഗത്തെപ്പറ്റിയും അതിൽ നിന്നുളവായ ലോകത്തെപ്പറ്റിയും പറയുന്നു. നെറ്റിത്തടം തപോലോകം, അതിൻ്റെ മീതെയുള്ളത് ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനമാകുന്ന സത്യലോകം. തല പുരുഷോത്തമൻ, കേശങ്ങൾ മേഘജാലങ്ങൾ, ശക്രാദി ലോകപാലന്മാരെല്ലാം. കൈകൾ, കർണങ്ങൾ ദിക്കുകൾ, അശ്വികൾ നാസികയും വക്ത്രമായത് വഹ്നി. നേത്രം സൂര്യൻ, മനസ്സ് ചന്ദ്രൻ, പുരികം കാലം, ബുദ്ധി വാഗ്പതി, കോപകാരണം അഹങ്കാരമായ രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ, ദംഷ്ട്രകൾ യമൻ. നക്ഷത്ര പങ്ക്തിയെല്ലാം പല്ലിൻ നിര. ഹാസമായത് മോഹകാരിണിയായ മഹാമായ. വിരാട് പുരുഷ സങ്കല്പം ഇതിൽ നിന്നു ലഭിക്കുന്നു. കബന്ധ സ്തുതി തുടരുന്നു. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹൃദുന മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹേ. ബ്രഹ്മാണ്ഡ കോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14. തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ താൻ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം, പാർഷ്ണികൾ മഹാതലം, നാദത്തെ ഗുൽഫം രസാതലവും തലാതലം. ചാരുജാനുക്കളല്ലോ സുതലം രഘുപദേ. ഉരുകാണ്ഡങ്ങൾ തവ വിമല മദലവും. ജഘനം മഹീതലം നാഭിദേ നഭസ്ഥലം. രഘുനാഥോരസ്ഥലം ആയതു സുരലോകം. കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം. തുണ്ടമായതു ജന ലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോ ലോകമിങ്ങതിന്മീതെ. പങ്കജയോനി വാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗൽപ്രഭോ. സത്തമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും. ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ. ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും. വക്ത്രമായതു വഹ്നി, നേത്രമാദിത്യൻ തന്നെ. ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം, ബുദ്ധിവാക്പതിയല്ലോ കോപകാരണ മഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ
ദംഷ്ട്രകൾ യമനല്ലോ. നക്ഷത്ര പങ്ക്തിയല്ല ദ്വിജപങ്ക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാസൃഷ്ടി സ്തവഭംഗ മോക്ഷണമല്ലോ.